എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇടവിളയായിട്ട് ചീരകൃഷി ചെയ്ത് നമുക്ക് ഒരേ സമയം നമുക്ക് ഇരട്ടി വിളവ് ലഭിക്കുന്ന കൃഷി രീതിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഏത് പച്ചക്കറിയുടെ കൂടെ നമുക്ക് ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചീരകൃഷി. ചീരയുടെ നടീൽ രീതി, അതിൻ്റെ വളപ്രയോഗങ്ങളും എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക. ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത് ചീരയ്ക്ക് ഇടവിളയായിട്ട് പയർ കൃഷിയാണ് ചെയ്തേക്കുന്നത്. നല്ലപോലെ ജൈവവളം എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചീര നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ഒരേ വളം മതി നമ്മുടെ ചീരയ്ക്കും പയറിനും. ചീരയുടെ വിളവെടുപ്പ് കഴിഞ്ഞ് 40 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ പയർ പൂവിടാനായിട്ട് തുടങ്ങും. ഏതൊരു പച്ചക്കറിക്കും സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ കരുത്തോടെ വളർന്നു വരുവാനും ഇടയാകും. പയർ കൃഷി ചെയ്യുന്നതിൻ്റെ രീതികളും കാര്യങ്ങളും, അതിന് ചെയ്യുന്ന വളപ്രയോഗങ്ങൾ, കീടങ്ങളുടെ ആക്രമണത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും നല്ലപോലെ കായ്കൾ ലഭിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും എല്ലാം വിശദമായിട്ട് നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും അത് കണ്ടു നോക്കണം. ചീര കൃഷി മറ്റു ഇടവിളയായിട്ട് പച്ചക്കറികൾക്കൊപ്പം ചെയ്യുമ്പോൾ നമുക്ക് കീടങ്ങളുടെ ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ നല്ലൊരു കഴിവ് ചീരയ്ക്കുണ്ട്. കണ്ടില്ലേ, 60 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ പയർ വിളവെടുപ്പിന് പാകമാകും. പയർ വിളവെടുത്ത് തുടങ്ങുമ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കറക്റ്റായിട്ട് നമ്മൾ പയർ വിളവെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ലപോലെ ജൈവവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 120 ദിവസം വരെ നമുക്ക് പയറിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും. സ്ഥലപരിമിതി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ഇത്. ഞാൻ എൻ്റെ ടെറസിൽ തിരുനനയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഗ്രോ ബാഗിലാണ് ഇത് കൃഷി ചെയ്തേക്കുന്നത്. ഇതുപോലെ എല്ലാ പച്ചക്കറികളും നമുക്ക് ചീരയ്ക്ക് ഇടവിളയായിട്ട് ചെയ്യാൻ സാധിക്കും. ചീരയുടെ വിളവ് നമുക്ക് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ കീടങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ കീടങ്ങൾ വരുന്നതിന് മുമ്പ് അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തിരിക്കണം. ചീരയുടെ വിളവെടുപ്പിന് ശേഷം പയറിൽ കീടങ്ങളുടെ ആക്രമണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രണം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വിവേറി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ പകുതി പോട്ടി മിശ്രിതം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുക. പിന്നീട് നമ്മൾ കൊടുക്കുന്ന ജൈവവളത്തിൻ്റെ കൂടെ മണ്ണും കൂടെ മിക്സ് ചെയ്ത് ചെടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചെടി നല്ല ആരോഗ്യത്തോടെ വളരുവാൻ ഇടയാക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പച്ചച്ചാണകം കലക്കി അതിൻ്റെ തെളി ഒഴിക്കുന്നതും വളരെ നല്ലതാണ്. എല്ലാ പച്ചക്കറികൾക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കിയിടുക. അപ്പോൾ അടുത്തുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.